അവന്റെ അതിവത്സമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന്റെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവിനോടും കാര്യം അറിയിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവചനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം കണ്ട ദൈവത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്, ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ ദാനിയേലിന്റെ കൂടെയുള്ള 3 എബ്രായ ബാലന്മാരടക്കം കൂട്ടുചേർന്ന് ഉള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. ഹല്ലേലൂയ. അവൻ ഉറക്കമില്ലാതെയായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും ഖാൽദേയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിൽ നിന്നു. രാജാവ് അവരോട്, ഞാൻ ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെടുന്നു എന്ന് കൽപ്പിച്ചു. അതേ കൽദേയർ അരാമ്യ ഭാഷയിൽ, രാജാവ് ദീർഘായുസ്സോടുകൂടി ഇരിക്കട്ടെ, സ്വപ്നം അടികളോട് കൽപ്പിച്ചാലും എന്ന് ബാബിലോണിലെ ഹല്ലേലൂയ മന്ത്രവാദികളെയും ഹല്ലേലൂയ ആഭിചാരകന്മാരും ക്ഷുദ്രക്കാരെയും കൽദേയരെയും എല്ലാ വിദ്വാൻമാരോടും ഹല്ലേലൂയ രാജാവ് പറയാം, ഞാൻ സ്വപ്നം കണ്ടു, പക്ഷേ എന്നെ മറന്നുപോയി, അത് ഓർപ്പിക്കണം എന്താണെന്ന്. അതിനെല്ലാവരെയും വിളിച്ചുകൂട്ടി. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. അവർക്കതിന് കഴിയാതെ വന്നാൽ ബാബേലിലുള്ള സകല വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും വിദ്വാൻമാരെയും കൊല്ലുവാൻ വേണ്ടി ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. അല്ലെങ്കിൽ ഈ കൽപ്പന നിലനിൽക്കുമ്പോഴാണ് ദാനിയേലിന് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടുന്നത്. ദാനിയേൽ വളരെ ബുദ്ധിയോടെ വിവേകത്തോടും അതിന് ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ ഈ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന കഠിന കൽപ്പന മുഖാന്തരം നമ്മളും അവരുടെ കൂടെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നാം ദൈവസന്നി പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ ദാനിയേൽ തന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ഹല്ലേലൂയ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവിനോടും പറയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്, വായിക്കുന്നത്. കാരണം രാജാവ് കണ്ട സ്വപ്നം രാജാവ് മറന്നുപോയി, ഓർക്കുന്നുമില്ല. ഓർക്കാതെ പോയ സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യണം, അത് വെളിപ്പെടുത്തുകയും ചെയ്യണം. പക്ഷെ ബാബേലിലുള്ള ഒരു മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ക്ഷുദ്രക്കാർക്കും അതുപോലെ ഒരു വിദ്വാൻമാർക്കും കഴിയില്ല. കഴിഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. ഈ സ്വപ്നത്തെ ഉണർത്തിച്ചു കൊടുക്കുവാനും രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പൊരുത്തിരിച്ചു കൊടുക്കുവാനും വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദാനിയേലിനെ കൂടെയുള്ള എബ്രായ ബാലന്മാരെ ആത്മാവിൽ നിറയ്ക്കുകയാണ്. അല്ലെങ്കിൽ ആ സ്വപ്ന വ്യാഖ്യാനത്തിന് അവരെ യോഗ്യരാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ വായിച്ചു. ഞാൻ ആ ഭാഗത്ത് അധികം ഒന്ന് കടന്നു പോകാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ന് ലോകം അനവധി സ്വപ്നാവസ്ഥയിലാണ്. ലോകം പല രാജാക്കന്മാരും രാജ്ഞിമാരും മന്ത്രിമാരും MP-മാര് MLA-മാര് ലോകജനം മുഴുവൻ എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. എല്ലാം സംഭവിച്ചു കഴിയുമ്പോഴാണ് അത് ഞാൻ മുന്നമേൽ ചിന്തിച്ചിരുന്ന, ഞങ്ങൾ മുന്നമേൽ പറഞ്ഞിരുന്നതാണെന്ന് പലരും പറയുന്നത്. മുന്നമേൽ അതിനെക്കുറിച്ച് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ഇവിടുത്തെ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ തന്നെ ഇവിടുത്തെ പല മത നേതാക്കന്മാരും രംഗത്ത് വന്നെങ്കിലും പല മത നേതാക്കന്മാർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ദാനിയേലും ഹനന്യാവും മീശായേലും അസരിയാവും കൂടെ ഒന്നിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവർക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നാം കൂട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ, കൂട്ടായി പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആവി ഒന്നിച്ച് മധ്യസ്ഥം ചെയ്യുമ്പോൾ, ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമുക്കും സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. കേൾക്കാൻ ചെയ്യണം.
ഒരിക്കലും വെറുതെ ഇരുന്ന സ്വപ്നം വ്യാഖ്യാനം കിട്ടത്തില്ല. അതിൽ എന്ത് ചെയ്യണം? നാം പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലേറിയ ദാനിയേലിനെ പോലെ ശക്തനായ പ്രാർത്ഥന മനുഷ്യനായി നിങ്ങൾ മാറിയാൽ, ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തോട് ചേർന്നിരുന്ന പോലെ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിലും വെളിപ്പെടുത്തി തരുവാൻ വിശ്വസ്തനാണ്. രക്തം ചെയ്യും. ഒന്നാമതായി പ്രാർത്ഥനയ്ക്ക് നമുക്ക് സുഹൃത്തുക്കൾ ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് സുഹൃത്തുക്കൾ ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് സുഹൃത്തുക്കൾ ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഏകാഗ്ര ഹൃദയത്തോടെ നിങ്ങൾ തനിച്ചിരിക്കുന്ന പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അല്ലേലിയ. അപ്പൊ യേശു എന്നും രണ്ടാമതായി അല്ലേലിയ സ്തോത്രം അല്ലേലിയ ഒരു പ്രാർത്ഥനാ സുഹൃത്തിനെ കൂട്ടിയിരുന്നു. ഒന്നാമതായി നമുക്കൊരു പ്രാർത്ഥന സുഹൃത്ത് വേണം, അത് യേശു. രണ്ടാമതായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു തന്റെ പ്രാർത്ഥന സമയത്തെല്ലാം ഒരു പ്രാർത്ഥന സുഹൃത്തിനെ കൂട്ടിയിരുന്നു. അതാരാണ്? പരിശുദ്ധാത്മാവ്. അല്ലേലിയ സ്തോത്രം അല്ലേലിയ. നിങ്ങൾ അല്ലെ ആരോടുകൂടിയാണ് നിൽക്കുന്നത്, ആരോടുകൂടിയാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് സുഹൃത്തായിട്ട് യേശുവിനോടുകൂടെ പരിശുദ്ധാത്മാവ്. അപ്പോൾ തന്നെ ദാനിയേലിനോട് കൂടെ യഹോവയായ ദൈവം അല്ലേലൂയ ദാനിയേലിനോട് കൂടെ ഉള്ളപ്പോൾ, ദാനിയേലിന്റെ കൂടെ അല്ലേലൂയ സ്തോത്രം ഹനനിയാവും മീശായേലും അസരിയാവും ഉള്ളപ്പോൾ ആമൻ അന്ന് പറഞ്ഞതുപോലെ അല്ലേലൂയ ലോകപരമായി നോക്കുമ്പോഴും നമ്മളോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ സഭ ഒന്നടങ്കം കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നാണ്. അതുകൊണ്ടാണ് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു പൂട്ടിയിട്ടും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിവിളിച്ചു. അല്ലേ? പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിവിളിച്ച് പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കിയത് എന്റെ പിന്നാലെ വരാൻ ദൂതൻ പറഞ്ഞൊരു സ്വപ്നം പോലെ പത്രോസ് കണ്ടിട്ട് ദൂതന്റെ പുറകെ പോയി. 1-ാം കാവിലും 2-ാം കാവിലും 20 കാവിലും കടന്നു കഴിഞ്ഞപ്പോഴാണ് പത്രോസ് അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായത്. അപ്പൊ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന അങ്ങനെ പത്രോസ് ചെന്നതാണ്. പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തിലാണ് ചെന്നത്. അതെ, പ്രാർത്ഥിച്ചാൽ കാരാഗ്രഹത്തിനകത്ത് പോലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൂതനെ ഇറക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് വേദവസം പറയുന്ന പോലെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഈ കാലഘട്ടത്തിലും വളരെ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സുഹൃത്ത്, നിങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ കൂട്ടത്തിൽ ചേർക്കണം. നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. സഭയിലും ഇത് തന്നെ ഉണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ കുടുംബത്തിലായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മൾ പ്രാർത്ഥനാവീരന്മാരായി സഹവിശ്വാസികളോട് കൈകോർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. നമ്മളെല്ലാം എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുടുംബത്തിലാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം ദൈവഭവനത്തിലായിരിക്കുന്ന ദൈവമക്കൾ അല്ലിയ സഭയിലെ ദൈവമക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം സഹവിശ്വാസികളോടൊപ്പം കരങ്ങൾ കോർത്തു പിടിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ എല്ലാവരും കരങ്ങൾ കോർക്കാൻ പറയും. അല്ലെങ്കിൽ എല്ലാവരും കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഐക്യതയുണ്ട്. സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലൊക്കെ ഞാൻ ഉണ്ടെന്ന് യേശു പറഞ്ഞതുപോലെ ദൈവസഭ ഒന്നിച്ച് ദൈവമക്കൾ ഒന്നിച്ച് സഭയിൽ കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഭാര്യ ഭർത്താവ് മക്കൾ ഒന്നിച്ച് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. അവിടെ ഐക്യതയും സ്നേഹവും സമാധാനവും ഒക്കെ നിറയപ്പെടും. പക്ഷെ ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമ്മളെത്തണം. അപ്പൊ ഈ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചാൽ അർത്ഥം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ബാബിലെ സകല വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും വിദ്വാൻമാരെയും രാജാവ് കൊന്നുകളയുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കൽപ്പന ദാനിയേലിനും അല്ലിയ മീശായേലിനും അല്ലിയ ഹനനിയാവിനും അസരിയാവിനും ബാധകമാണ്. അതിലവരും കൂടെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി
അങ്ങനെ അവരും കൂടെ ആ കൽപ്പനയ്ക്കകത്ത് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദാനിയേലും തന്റെ 3 സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയെ ആരംഭിച്ചത് രാജാവ് കണ്ട സ്വപ്നത്തെ ഉണർത്തിച്ചു കൊടുക്കുവാൻ ദാനിയേലിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി. അതുകൊണ്ട് പ്രാർത്ഥനയുടെ വലിയ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ബദലേ നമ്മൾ ദൈവത്തിന്റെ ഏകാഗ്രതയോടെ, വിശ്വസ്തയോടെ, നിഷ്കളങ്ക മനസ്സോടെ, പരമാർത്ഥ ഹൃദയത്തോടെയാണ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ജീവിതത്തിൽ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ കടന്നു വരുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, വേദനിക്കപ്പെടുമ്പോൾ, ജീവിതം മടുത്തുവെന്ന് നിനക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ, ഒരു കൈത്താങ്ങൽ ആരുമില്ല എന്ന് തോന്നുമ്പോൾ, സഹായത്തിന് ആരുമില്ലാതെ വരുമ്പോൾ, നീ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. നിന്നോട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല, നിന്നോട് കൂടിയിരുന്ന് ഉപവസിക്കുവാൻ ആരുമില്ല, നിന്നോട് കൂടിയിരുന്ന് കരങ്ങൾ കോർക്കാൻ ആരുമില്ല. ജീവിതത്തിൽ അങ്ങനെ ഏകാന്തതയുടെ നടുവിലൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും കരം കോർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വ്യക്തം ചെയ്യും. അപ്പൊ നമ്മൾ ആരോടെ കരം കോർത്ത് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിനോട് അല്ലേ? അപ്പം പരിശുദ്ധാത്മാവോട് നാം കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടിമ്പേ നിൽക്കുമ്പോൾ, മുഴങ്ങാലും അടക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും, അത് മല പോലെയുള്ള പ്രശ്നമായിരുന്നാലും അതിനെ നീക്കുവാൻ നമ്മുടെ യേശുവിന് കഴിയും. ഇന്ന് പകൽ മല പോലെ വിഷയങ്ങളുമായി നിൽക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ പ്രശ്നത്തെ നീക്കുവാൻ ഈ ലോകത്തിന് കഴിയില്ല, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയില്ല, ഇവിടുത്തെ അധികാരങ്ങൾക്ക് കഴിയില്ല. നീ പഠിച്ചു വെച്ച സിദ്ധാന്തങ്ങൾക്കോ നിന്റെ പ്രമാണങ്ങൾക്കോ ഒന്നും നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ നീക്കാൻ കഴിയില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലപോലെയുള്ള എരിഹോ മതിൽ പോലെയുള്ള പ്രശ്നത്തെ നീക്കുവാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയുമായി നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് യേശു ക്രിസ്തുവിന്റെ സന്നിധി വിശ്വസ്ത ഹൃദയത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് കരം കോർത്തിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കുമെന്ന്, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നീ ബിസിനസ്സിൽ തകർന്ന വ്യക്തിയാണോ? കടം കണ്ട് നിനക്ക് പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുകയാണോ? ആത്മഹത്യ മാത്രമേ നിന്റെ മുമ്പിലുള്ളെങ്കിൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നിരുന്ന് പ്രാർത്ഥിക്ക്. ജോലി നഷ്ടപ്പെട്ട അനുഭവമാണോ? വിദേശ രാജ്യത്ത് നീ കഷ്ടം സഹിക്കുകയാണോ? മാരകമായ രോഗത്താൽ നീ ഭാരപ്പെടുകയാണോ? വാർദ്ധക്യ സഹജമായ സ്വത്തൻ ഭാരപ്പെടുകയാണോ? നരിയാണി ഉറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത അനുഭവമാണോ? ശരീരം മുഴുവൻ പെരുത്ത വേദനയാണ്, മരവിപ്പാണ്, കോച്ചാണോ? നിനക്ക് നടക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ, നന്നായി സംസാരിക്കാൻ കഴിയാത്ത ശാരീരികം എല്ലാമേ അനുഭവമാണോ നിനക്ക്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, സകല രോഗത്തിനും സൗഖ്യനായകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കരം നിന്നിൽ വെളിപ്പെടണമെങ്കിൽ നീ ദൈവത്തിൽ പരിശുദ്ധാത്മാവോട് കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കണം. രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ ദാനിയേലിനെ ദൈവം ഒരുക്കിയെടുത്തതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഇവരുടെ വിഷയങ്ങൾക്ക് മറുപടി തരുമെന്നാണ്. അതെ, ഞാൻ ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനവധി ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിവിടെ പറയാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പരിശുദ്ധനോട് കരം കോർത്ത് പ്രാർത്ഥിക്കുക. ഈ മെസ്സേജിൽ ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രഭാതത്തിരുന്നിട്ട് അനേക വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പരിശുദ്ധനോട് കരം കോർത്തിട്ട് പറഞ്ഞു, കർത്താവ് ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം. എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, എന്നോട് ചേർന്ന് കരം കോർക്കുവാൻ, എന്നോട് ചേർന്ന് മധ്യസ്ഥ അണയ്ക്കുവാൻ മറ്റാരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ. എൻ്റെ സങ്കടങ്ങൾ പറയുവാൻ അങ്ങ് മാത്രമേ, മറ്റാരുടെ സങ്കടം പങ്കുവെക്കാൻ കഴിയില്ല. അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും കേൾക്കുന്ന അങ്ങ് മാത്രമാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ രാവിലെ ദൈവത്തോട് പറഞ്ഞു. അതെ, നീ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് കരം കോർക്കണം. അപ്പം പരിശുദ്ധാത്മാവോട് ചേർന്ന് കരം കോർക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബലമാകട്ടോ, അതിനകത്തൊരു വിശ്വാസം, ഒരു സംതൃപ്തിയാണ്. മനുഷ്യനോട് കരം കോർത്ത് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ആത്മസംതൃപ്തി ലഭിക്കണമെന്നില്ല. കാരണം മനുഷ്യന്റെ മനസ്സെപ്പോഴും ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മനസ്സിടിഞ്ഞു പോകാത്ത എപ്പോഴും ഉറപ്പോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവോട് ചേർന്നാണ് ഇത് കരം കൊടുക്കുന്നെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ മനസ്സിടിഞ്ഞു പോകത്തില്ല. അങ്ങനെയെങ്കിൽ നിന്റെ മനസ്സ് വിടുകയില്ല. നിങ്ങൾ 2 ശക്തരായ പ്രാർത്ഥനാ വീരന്മാരായിരിക്കും. ആരൊക്കെയാണ്? ഒന്ന് നിങ്ങളും, ഒന്ന് പരിശുദ്ധാത്മാവും.
അപ്പം ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ടു എന്ന് ദാനിയേലിന്റെ പ്രാർത്ഥനയെ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ഞാൻ മുമ്പ് ആര് സഹായത്തിനില്ലെങ്കിലും ഹല്ലേലൂയ എല്ലാവരും മാറി നിൽക്കുകയാണെങ്കിലും നീ തനിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നെങ്കിലും നീ ഒറ്റയ്ക്കല്ലെന്ന് നീ തിരിച്ചറിയണം. ആമി പരമാർത്ഥ ഹൃദയത്തോടെയാണ് ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ മുൻ മാതൃകയെ നോക്കണം. ആമൻ ഒരു പ്രാവശ്യം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർക്ക് രാജാവ് കണ്ട സ്വപ്നത്തെയും അതിന്റെ അർത്ഥത്തെയും വിവരിച്ചു കൊടുക്കണമെന്നും അല്ലെങ്കിൽ രാജാവിന്റെ എല്ലാ ജ്ഞാനികളെയും ആമി ശിരച്ഛേദം ചെയ്യപ്പെടുമെന്ന് അറിയിപ്പ് ലഭിച്ചു. ആ ജ്ഞാനികളുടെ പട്ടികയിൽ ദാനിയേലിന്റെ പേരുമുണ്ടായിരുന്നു. രാജാവ് കണ്ട സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ബാബിലുള്ള സകല മന്ത്രിമാരെയും എല്ലാ ജ്ഞാനികളെയും ഹല്ലേലൂയ എല്ലാ ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും ശൂദ്രക്കാരെയും എല്ലാം കൊന്നുകളയും. ആ കൂട്ടത്തിൽ ദാനിയേലിന്റെ പേരും. ദാനിയേലിന് ഉറക്കം വന്നില്ല. ഞാനും ആ കൂട്ടത്തിൽ പെട്ടുപോകുമല്ലോ, ഞാനും ആ കൂട്ടത്തിൽ മരിച്ചു പോകുമല്ലോ, എന്റെയും തല ശിരച്ഛേദം ചെയ്യുമല്ലോ എന്ന് ദാനിയേലിന്റെ ഉള്ളിൽ മറവ് വന്നു കഴിഞ്ഞപ്പോൾ ദാനിയേൽ മരണത്തെ ഭയപ്പെട്ടില്ല. ദാനിയേൽ ഒരു കാര്യമുറപ്പായി, എന്നെ ഈ ബാബിലോണിലേക്ക് കൊണ്ടുവന്നത്, പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ബാബിലോണിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, രാജാവ് മഹത്വത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആമി നെബൂഖദ്നേസർ രാജാവിനേക്കാൾ വലിയൊരു രാജാവ് സ്വർഗത്തിലുണ്ടെന്ന് ഇതിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ പ്രവാസത്തിൽ കൊണ്ടുവന്നതെന്ന് ദാനിയേലിന്റെ ഹൃദയത്തിൽ ആ ഓർമ്മ വന്ന് കാണും. അതുകൊണ്ട് ദാനിയേൽ പതറിപ്പോയില്ല. തന്റെ സുഹൃത്തുക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ ദാനിയേൽ ഉടൻ തന്നെ തന്റെ പ്രാർത്ഥന സുഹൃത്തുക്കളായിരിക്കുന്ന ഹനന്യാവിനെയും മീശായിനെയും അസരിയാവിനെയും എന്നിവരോട് ചേർന്ന് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഈ സംഭവം കേട്ടയുടനെ ദാനിയേലും തന്റെ പ്രാർത്ഥന സുഹൃത്തുക്കളായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ 3 പേരോട് ഹനന്യാവും മീശായിലും അസരിയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കാൻ രാത്രി ദർശനത്തിൽ ദാനിയേലിന് രാജാവിന്റെ സ്വപ്നത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി ദൈവം കൊടുക്കുകയാണ്. അതാണ് ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗ്ഗസ്ഥനായി ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞതെന്തെന്നാൽ കണ്ടോ, ദാനിയേലിന്റെ 3 സുഹൃത്തുക്കളും ദാനിയേലും കൂടിയിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥന. ആ രാത്രിയിൽ തന്നെ രാജാവ് കണ്ട സ്വപ്നം, രാജാവ് മറന്നുപോയ സ്വപ്നം, ആ സ്വപ്നത്തെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അത് നീ അത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. ദൈവം നിന്റെ പേരും അഭിഷേകം പകരുമെന്ന്, നിനക്ക് ചില പ്രത്യേകമായി നിയോഗം തന്ന, ചില ആത്മനിയോഗം തന്ന, ചില ശുശ്രൂഷ തന്ന് പ്രാർത്ഥനയിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവാത്മാവ് നിന്റെ ശക്തിയിലേക്ക് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറഞ്ഞാട്ട്. നമ്മൾ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില ആലോചന തരും, പ്രാർത്ഥനയ്ക്കകത്ത് ചില വെളിപ്പാടുകൾ ദർശനം തരും. ഇതാണ് ഇവിടെ ദാനിയേലിന് സംഭവിച്ചത്. അപ്പൊ ദാനിയേൽ പറയുകയാണ്, അല്ലേ, ദൈവത്തിന്റെ നാമം എന്നുവെന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതെല്ലാം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അല്ലെങ്കിൽ അവൻ അഗാധവും ഗൂഢവുമായി ഇതുള്ളത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു എന്ന് ദാനിയേൽ അങ്ങോട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നിങ്ങൾ ആ 2-ാം അധ്യായം 19 തൊട്ടൊന്ന് വായിച്ചാട്ട് ദാനിയേലിന്റെ ആ പ്രാർത്ഥന കൂട്ടി വായിച്ച് ദൈവം കൊടുത്ത അത്ഭുതങ്ങൾക്ക്, ദൈവം കൊടുത്ത ദർശനങ്ങൾക്ക് ഹൃദയം നിറഞ്ഞു നന്ദി പറയുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷമൊക്കെ വായും കാണുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായു സംസാരിക്കുന്നത്. അതേ ദാനിയേലിന്റെ തലയും കൂടെ അന്ന് ശിരച്ഛേദം ചെയ്യുമെന്ന് രാജകൽപ്പനയ്ക്കകത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദാനിയേലും തന്റെ സുഹൃത്തുക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി കണ്ടു കഴിഞ്ഞപ്പോൾ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ കാര്യമാണ് ദാനിയേലിലൂടെ പറയുന്നത്. രക്തജയം. അതേ നമ്മളും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയുന്ന നിലയിൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെയും പറയട്ടെ, എന്നെ കേൾക്കുന്ന യുവകന്മാരോട് പറയട്ടെ, പ്രാർത്ഥന ഒരു നിസ്സാര കാര്യമല്ല. പ്രാർത്ഥന ഒരു നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ.
പ്രാർത്ഥന കൊണ്ട് കാരാഗ്രഹത്തെ ചലിപ്പിച്ചവരുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ആമി ജീവിതം നോക്കുമ്പോൾ പത്രോസിനെ തടവിലാക്കി കഴിഞ്ഞപ്പോൾ സഭ കാരാഗ്രഹത്തെ ചലിപ്പിച്ചു. മാത്രമല്ല പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കി ചങ്ങലയിൽ പൂട്ടി, കാലാമത്തിലിട്ട് ചങ്ങലയിൽ പൂട്ടി. പക്ഷെ പൗലോസും ശീലാസും രാത്രിയിൽ പാടി ആരാധന കാരാഗ്രഹത്തിനകത്ത്, അതെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ആമീൻ. സ്തോത്രം. നിനക്ക് മുമ്പിൽ എത്ര അടഞ്ഞ വാതിലാണെങ്കിലും നിന്റെ മുമ്പിലുള്ള വഴികളെല്ലാം അടഞ്ഞാലും അപകടം നിന്റെ മുമ്പിൽ പതിയിരിക്കുന്ന നിനക്ക് തോന്നിയാലും നീ പ്രാർത്ഥിക്കുന്നവളാണോ അതിന്റെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയ ബലമുള്ളതാണ്, വലിയ ശക്തിയുള്ളതാണ്. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അത് ദൈവം പകരുന്ന, പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തെ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗത്തെ ചലിപ്പിക്കുന്നത്, രക്തം ചെയ്യും. അതെ, നീ പരിശുദ്ധാത്മാവോട് ചേർന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന സ്വരം അലരിയ ദൂതന്മാർ സ്വർഗത്തിലേക്ക് എത്തിക്കും. അലരിയ ആ പ്രാർത്ഥന ദൈവത്തിൽ എത്തിക്കഴിയുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ഒന്നടങ്കം എഴുന്നേക്കുമെന്ന് രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരണം, രക്തം ചെയ്യും. നമ്മൾ ഒരുപാട് പ്രാർത്ഥനയെ കുറിച്ച് കേൾക്കാറുണ്ട്, പക്ഷെ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് ഇന്നും നാം അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കും എൻ്റെ ജീവിതമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യുന്നാലും വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ഇന്ന് ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയും, കർത്താവ് ഈ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയാതെ പലപ്പോഴും അറിയുന്നില്ലോ. അതുകൊണ്ട് വെളിപ്പെടുത്തണമേ. എനിക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ, എനിക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നടുവിൽ നിൽക്കുന്ന ആ ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങൾക്ക് അവിടെ മറുപടി നൽകണമേ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോഴാണ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് നമ്മൾ റോമാലേഖനം 8:26 വായിക്കും. ദൈവം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വഹിക്കുന്നതാണ്. അപ്പം പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ലഭിക്കണം. ആത്മാവിന്റെ സാന്നിധ്യം, അഭിഷേകത്തിന്റെ സാന്നിധ്യം നിറഞ്ഞ് അനുഭവിക്കണമെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. ചിലരൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കാണത്തില്ലേ, അഭിഷേകത്തിൽ നിറയപ്പെട്ട ആത്മാവിൽ ആരാധിച്ച് ആ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ദൂത് വിളിച്ചു പറയുന്നത് കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. ദൈവാലോചന വിളിച്ചു പറയുന്നില്ലേ? ദൈവത്തിന്റെ വെളിപ്പാടുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്താണ്? പരിശുദ്ധാത്മാവോട് ചേർന്ന്, നല്ല സുഹൃത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്, രക്തം ചെയ്യും. അങ്ങനെ ആ പ്രാർത്ഥന കേട്ടോ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്വഭാവം ഞാൻ പറയട്ടെ, നിങ്ങളോട് ഒരു മനസ്സായി പ്രാർത്ഥിക്കുവാൻ തക്കതായ പ്രാർത്ഥന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടോ? ദാനിയേലിനോട് കൂടെ ഒരു മനസ്സായിരുന്നു പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന സുഹൃത്തുക്കള് ദാനിയേലുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളോടുകൂടെ ഒരു മനസ്സോട് ചേർന്ന്, ഒരു ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ, ഒറ്റ ചിന്തയോടെ, ഹല്ലേലൂയ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിൽ പോലും ഒന്നിച്ചിരുന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നവരില്ലെന്ന്. കാരണം അങ്ങനെ ആയിപ്പോയി കാലഘട്ടം. ഞാൻ എന്നും അത് പറയുന്നത്, ഇന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു മനസ്സോടെ ഐക്യതയിൽ പരിശുദ്ധന്മാവിന് ശക്തിയാൽ അഭിഷേകത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒറ്റ ഫോൺ കോൾ വരുന്ന അപ്പോൾ തന്നെ അപ്പൻ എഴുന്നേറ്റ് അങ്ങ് പോകും, അല്ലെ മക്കൾ എഴുതിട്ട് ആ കൂടിപ്പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സോടുകൂടി ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഭവനത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് പിശാച് കോഡ് കൊണ്ടുവരും, ഹല്ലേലൂയ, മെസ്സേജ് കൊണ്ടുവരും. അപ്പൊ തന്നെ നമ്മൾ എഴുതിട്ടു. അപ്പൊ ഒരു മനസ്സോടുള്ള പ്രാർത്ഥന, ഐക്യമത്യത്തോടുള്ള പ്രാർത്ഥന ഭവനത്തിൽ നഷ്ടപ്പെട്ടു. നിങ്ങൾ ഓർത്തേക്ക് ദാനിയേലും അല്ലൊരു സ്തോത്രം, ദാനിയേലും ഹനന്യാവും മീശായേലും അസിരിയാവും കൂടെ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഒരു കോളും വന്നില്ല, ഒരു മെസ്സേജും വന്നില്ല. അവരാരും ഫോൺ എടുത്തുകൊണ്ട് ഓടിയില്ല. ദാനിയേലും എങ്ങോട്ടും പോയില്ല. അവര് 4 പേരും ഐക്യതയാണ്, ഒരു മനസ്സോടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഒരു മനസ്സോടെ നീ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ, പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോൾ, നിന്റെ മുമ്പിൽ ആ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തടസ്സമായി നിൽക്കുന്ന സാത്താന്റെ തന്ത്രത്തെ, സാത്താന്റെ ഉപകരണത്തെ, സാത്താന്റെ ശക്തി നീക്കി വെച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ.
ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് നല്ല പ്രാർത്ഥന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളും മാത്രമേ നിങ്ങൾ ഇരിക്കുന്ന പായിൽ കാണാവുള്ളൂ. പ്രൈസ് ലോർഡ്. അവിടെ നിങ്ങളുടെ മൊബൈൽ കൊണ്ട് വെക്കരുതെന്നാണ്. അവിടെ നിങ്ങളുടെ മൊബൈൽ കൊണ്ട് വെക്കരുത്. മൊബൈൽ കൊണ്ട് വെക്കാൻ പറയുന്ന പിശാചാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട്, സഹോദര യുവതി യുവക്കന്മാരോട് പറയട്ടെ, സഭാ നേതാക്കന്മാരോട്, നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ നീ മൊബൈൽ കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് സാത്താൻ കൊണ്ട് വെപ്പിക്കുന്ന, പിശാച് കൊണ്ട് വെപ്പിക്കുന്ന. പിശാച പറയുന്നത് നിന്റെ മൊബൈലിലൂടെ എടുത്തു കോൾ വരും, മെസ്സേജ് വരും, അത് ഇപ്പോൾ കിട്ടുന്ന കോളാ, പിന്നെ അത് കിട്ടത്തില്ല, ഇപ്പോൾ വിളിച്ചാൽ എടുക്കണമൊക്കെ നിന്നോട് പിശാച പറയുന്നത്, ദൈവാത്മാവല്ല. പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവും അല്ലെങ്കിൽ കർത്താവ് നീ മാത്രമാണ്. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ മറ്റൊന്നും വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനെങ്കിൽ ഈ പൈശാചികമായിട്ടൊന്നും നിന്റെ മുമ്പിൽ കൊണ്ട് വെക്കരുത്. അഥവാ നിന്റെ മുമ്പിൽ കൊണ്ട് വെച്ച് അത് സ്വിച്ച് ഓഫ് ചെയ്തേക്കണം, അല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കണം, അത് ശബ്ദിക്കരുത്. അല്ലേ, നിന്റെ ശ്രദ്ധ പോകരുത്. നീ പരിശുദ്ധാത്മാവുമായിട്ട് കരം കോർക്കുക, ആത്മാവിനോട് കരം കോർക്കുക. പരിശുദ്ധാത്മാവോട് കരം കോർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞിടെ ഒരു കുടുംബം പ്രാർത്ഥിക്കാനിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവഹിതമല്ലാത്തത് അങ്ങോട്ട് ചെയ്തു. ഞാനിവിടെ പറയുന്നില്ല, അതിന്റെ അനുഭവം അപ്പോൾ തന്നെ ദൈവം കൊടുത്തു. പ്രൈസ് ലോർഡ്. അതിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു മനസ്സോടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് മറ്റൊന്നും ചെയ്യരുത്. കുട്ടിക്കളി അവിടെ പാടില്ലെന്ന്. പ്രൈസ് ലോർഡ്. കുട്ടിക്കളി പാടില്ല. അതുകൊണ്ട് ഈ കുട്ടിക്കളിയൊക്കെ കൊണ്ടുവന്ന് തമാശയും പൊട്ടച്ചൊല്ലും കളിവാക്കും കൊണ്ട് പ്രാർത്ഥനയുടെ ഏകാഗ്രത നടത്തപ്പെടുന്ന, തടസ്സപ്പെടുത്തുന്ന, പ്രാർത്ഥന ഏകാഗ്രതയിൽ നിന്നിനെ അകറ്റിക്കളയുന്നതെല്ലാം സാത്താന്റെ തന്ത്രമാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ ദാനിയേലും തന്റെ സുഹൃത്തും ഒന്നിച്ചിരുന്ന പോലെ ഒന്നിച്ചിരിക്കണം. പരിശുദ്ധാത്മാവോട് കരം കോർക്കണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നമ്മൾ 133 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. 133 സങ്കീർത്തനം എന്താണ് വായിക്കുന്നത്? സ്തോത്രം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകും. അത് പ്രാർത്ഥനയാ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാണ്. അതേ പ്രാർത്ഥനയ്ക്കകത്ത് സഹോദരൻ, അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒത്തൊരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുന്നത് വളരെ മനോഹരമാണ്. അതാണ് സ്തോത്രം ദാനിയേലിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദാനിയേലും തന്റെ സുഹൃത്തുക്കൾ മൂന്നുപേരും ഒത്തൊരുമിച്ച്, അല്ലെങ്കിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച്, ദാനിയേലും തന്റെ 3 സഹോദരന്മാർ, അവർ 4 പേര് ഒത്തൊരുമിച്ച് സ്തോത്രം വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവും. ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ അത് വെളിപ്പെട്ടെന്ന്. ഇന്ന് വരെ നിങ്ങൾ കുടുംബത്തിനകത്ത് ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ദർശനമെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വെളിപ്പാടെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരാലോചനയും കിട്ടിയിട്ടുണ്ടോ? നീ നിന്റെ കുടുംബം കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ മക്കളോടുള്ള ആലോചന പറയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഭർത്താവുള്ള ആലോചന, നിന്റെ ഭാര്യയുള്ള, നിന്റെ മാതാപിതാക്കളുള്ള ആലോചന പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഭയിലെ വിശ്വാസിയെ വിളിച്ച് പറയുന്ന ആലോചന കിട്ടിയിട്ടുണ്ടോ? അല്ലേ ഏരിയ നിന്റെ സ്നേഹിതരെ വിളിച്ച് ആലോചന പറയാൻ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിനക്ക് ദർശനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നീ പ്രാർത്ഥിക്കാനിരിക്കും പലതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുന്നു. അതെ, ദാനിയേലിന്റെയും കൂട്ടരുടെയും ഒത്തൊരുമിച്ചുള്ള ആ ജീവിതം, ഒത്തൊരുമിച്ചുള്ള സന്തോഷം, ഒത്തൊരുമിച്ചുള്ള ഐക്യത, ഒത്തൊരുമിച്ചുള്ള സ്നേഹം, ഒത്തൊരുമിച്ച് പ്രാർത്ഥനയ്ക്ക് കരം കോർക്കുന്നത്, അത് ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ബാബേലിൽ സംഭവിക്കാൻ പോകുന്ന വലിയ അനർത്ഥത്തെ ദൈവം നീക്കിയെന്ന് രക്തം ചെയ്യും. അതെ, ഒത്തൊരുമിച്ച് വസിക്കണം. അതാണ് അല്ലെങ്കിൽ സ്തോത്രം. വീണ്ടും പറയുന്നത്, അത് ഒത്തൊരുമിച്ച് വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തൈലയിലെ വിശേഷ തൈലം പോലെയും ഹെർമോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. കണ്ടോ? ആ പ്രാർത്ഥനയ്ക്കകത്ത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? സ്തോത്രം, ശാശ്വതമായുള്ള ജീവൻ, ദാനിയേലിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ
ആമേൻ ബാബിലുള്ള സകല ആഭിചാരകന്മാരും മന്ത്രവാദികളെയും ശകുനവാദികളെയും ശുദ്രക്കാരുടെയും വിദ്വാൻമാരുടെയും ആമേൻ തല ശിരച്ഛേദം ചെയ്യുന്ന കൂട്ടത്തിൽ ദാനിയേലിന്റെ തലയും കൂടെ ശിരച്ഛേദം ചെയ്യാതിരിക്കുവാൻ ദാനിയേലിന്റെ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ദൈവം പ്രവർത്തിച്ചപ്പോൾ സംഗീതനക്കാരൻ പറഞ്ഞതുപോലെ പറയുക, ആകടിയ സ്തോത്രം, ആമേൻ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഗർഭൂല്യ മഞ്ഞ് പോലെയും ആകുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും നൽകുന്നത്. ഇപ്പം ദാനിയേൽ സന്തോഷമാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ആലോചനകളും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലും ഒന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിന്നത് കിട്ടി, ഞാൻ പ്രാർത്ഥന വെളിപ്പാട് കിട്ടി, ഞാൻ ദർശനം കിട്ടി, ദാനിയേലിനെ കണ്ടതുപോലെ രാജാവ് കണ്ട സ്വപ്നത്തെ ഓർത്തിച്ചു കൊടുക്കാൻ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് നിനക്ക് പറയാൻ കഴിയണം. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ സഭ നേതാക്കന്മാരുടെയും പറയട്ടെ, നീ മണിക്കൂറുകൾ മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്, മണിക്കൂർ പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമി 3, 7, 20, 21, 40 ഒക്കെ ദിവസികൾ പറയട്ടെ, നീ പ്രാർത്ഥിച്ച ഒരു ആലോചന നിനക്ക് കിട്ടിയോ? രാജ്യം നേരിടുന്ന, രാഷ്ട്രം നേരിടുന്ന, സമൂഹം നേരിടുന്ന ആമി സ്വന്തം വെല്ലുവിളിയെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് നിനക്ക് ആലോചന കിട്ടിയോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേൾക്കുന്നില്ല. കാരണം പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതായി പോയി. പ്രൈസ്. അപ്പൊ ഏക മനസ്സോടെ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ നിശ്ചയമായും കർത്താവ് വരും. നമ്മുടെ ഈ പുതിയ നിയമസഭയിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ 2 പേർ, അത് 2 or 3 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം വരും. അവൻ വാഗ്ദത്തത്തിന്മേൽ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തതിൽ വിശ്വസ്തന എന്ന് പറഞ്ഞാൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗ്ഗരാജ്യത്തിലെ ദൈവം അല്ലുലിയ ദൈവം അതിനെ അന്ന് വെളിപ്പെടുത്തി തരും. 2 പേർ ഒന്നിച്ച് ഐക്യമത്യപ്പെടുമ്പോൾ മറഞ്ഞിരിക്കുന്നതിനെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി ഭാരത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കണം. നിങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഏക മനസ്സോടെ ഒത്തൊരുമിച്ച് ഐക്യതയോടെ സ്നേഹത്തിൽ പിറുപിറുപ്പ് കൂടാതെ ഭിന്നത കൂടാതെ പ്രാർത്ഥനയ്ക്കകത്ത് പൊട്ടച്ചൊല്ലും കളിവാക്കും മാറ്റിവെച്ച് മൊബൈലിന്റെ ദുരുപയോഗം മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്കകത്ത് ഏകാഗ്രത മനസ്സോടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഹനന്യാവിനെ പോലെ, മീശാവിനെ പോലെ, അസരിയാവിനെ പോലെ പ്രാർത്ഥന സുഹൃത്തുക്കളെ നിങ്ങൾ നേടണം. പ്രൈസ് ലോർഡ്. ആ പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന മനസ്സുകൊണ്ട് ഒരുപാട് ഭാരം എനിക്കുമുണ്ട്, ഹൃദയം കൊണ്ടൊക്കെ ഒരുപാട് ഭാരം എനിക്കുമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ദൈവത്തോട് ചേർന്ന് വസിക്കുക. കാരണം എൻ്റെ സങ്കടം കേൾക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. എന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ, എന്റെ പരിഭവം കേൾക്കുവാൻ, എന്റെ ആവരാധികൾ കേൾക്കുവാൻ, എന്റെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുവാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ പരിശുദ്ധനോട് എപ്പോഴും കരം കോർത്ത് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഃഖവേളയിൽ ഞാൻ സന്തോഷിക്കുന്നു, അതുകൊണ്ടാണ്. സങ്കടത്തിന്റെ വേളയിലും സന്തോഷിക്കുന്നു, അതുകൊണ്ടാണ്. നിങ്ങളെക്കാൾ ഒരുപാട് ദുഃഖത്തിന്റെ വേദനയോടൊക്കെ കടന്നു പോകുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നാലും ഞാൻ പരിശുദ്ധമായി സന്തോഷിക്കുക. എന്റെ കർത്താവിനോട് പറഞ്ഞു, 2 പേർ ഐക്യമത്യപ്പെട്ടാൽ ഹല്ലേലൂയ, ഞാൻ എൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ പകരുവാണ്. പ്രൈസ് ലോർഡ്. അതേ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഐക്യമത്യപ്പെട്ടാൽ, ഒരു മനസ്സോടെ ഇരുന്നാൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പ്രാർത്ഥന അങ്ങ് എത്തിക്കുക, അങ്ങ് എത്തിച്ച് എവിടെ എത്തിച്ചെന്ന ഗോകർണത്തിൽ എത്തിച്ചു, അങ്ങ് ഉഗണ്ടയിലേക്ക് എത്തിച്ചെന്നൊക്കെ പറയുന്നത് പോലെ ഇന്നത്തെ പ്രാർത്ഥന എത്തിക്കൊന്നും വേണ്ട സഹോദരൻ. നീ ഐക്യമത്യപ്പെട്ട് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യും. പ്രൈസറോ. ഇന്ന് പലരും എത്തിക്കലുകാരാ, ഭയങ്കര എത്തിക്കലാ. പല വീട്ടിലും ചെന്ന് നോക്കിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരിക്കലും പറയാം. പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധമാവേ കാണാവുള്ളൂ. പ്രൈസറോ. യേശുവിന്റെ നാമത്തിൽ അല്ലാത്ത അന്ധകാരങ്ങളൊക്കെ മാറിപ്പോകട്ടെ. നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ ജീവിതത്തെ തകർക്കുന്ന, നിന്റെ നന്മയെ തകർക്കുന്ന, നിന്റെ ഭവനത്തെ തകർക്കുന്ന, തലമുറയെ തകർക്കുന്ന, ജോലിയെ ബാധിക്കുന്ന, നിന്റെ ബിസിനസ്സെ തകർക്കുന്ന, നിന്റെ ശരീരത്തോട് വാത് കെട്ടുന്ന, നിന്റെ ശരീരത്തെ തകർക്കുന്ന അന്യായ ബന്ധനങ്ങൾ മാറണമെങ്കിൽ നീ പരിശുദ്ധാത്മാവോട് ഒന്നിച്ചു കരങ്ങൾ കൂറണം. അപ്പോൾ സൗഖ്യം, രോഗസൗഖ്യം നമ്മുടെ വാഗ്ദത്തമാണ്. രോഗസൗഖ്യം വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിറയപ്പെടണമെങ്കിൽ, രോഗസൗഖ്യമാകുന്ന വാഗ്ദത്തം നിന്റെ മേൽ വരണമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. നീ രോഗിയാണെന്ന് ചിന്തിക്കുക.
നീ രോഗിയാണ്. പല ഡോക്ടറെ നീ കണ്ടില്ലേ, പല വൈദ്യന്മാരെ കണ്ടില്ലേ, പല മരുന്നുകൾ മാറി മാറി നിന്റെ ശരീരം ടെസ്റ്റ് ചെയ്തില്ലേ, പല പല ടെസ്റ്റുകൾ നീ ചെയ്തില്ലേ, ഒന്നിനും ഒരു മറുപടി, ഒന്നിനും നിശ്ചിതമായി ഒന്നുമില്ല. ഒന്ന് മാറുമ്പോൾ ഒന്ന് അങ്ങനെയല്ലേ നീ പോകുന്നത്. എത്ര ലക്ഷം രൂപ നീ രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സിച്ചു, എന്നിട്ടും പ്രയോജനമില്ലാതിരിക്കുന്ന അനുഭവമാണോ നീ? ഇന്ന് പകൽ രോഗസൗഖ്യം നിന്റെ വാക്തത്വമാണെന്ന്. ഈ രോഗസൗഖ്യം നിന്റെ വാക്തത്വം മരുന്നിലല്ല സംഭവിക്കുന്നത്, ഡോക്ടറിലല്ല സംഭവിക്കുന്നത്. അത് യേശു ക്രിസ്തുവിനുള്ള വാക്തത്തിൽ. ആ വാക്തത്വം നിന്റെ മേൽ സൗഖ്യമായി വരണമെങ്കിൽ നീയും പരിശുദ്ധന്മാരോട് ഒത്തൊരുമിച്ചിരുന്ന് വസിക്കണം. നീ നിന്റെ കുടുംബത്തിൽ ഉള്ള ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ദാനിയേലും കൂടെയുള്ളവരോട് ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ രോഗസൗഖ്യം നിന്റെ അവകാശമായി വെളിപ്പെടും. രക്തജയം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സഭാപ്രസംഗിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യത്തിലേക്കും കാണുന്നത്, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. അല്ലെങ്കിൽ ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലാതെ കൊണ്ട് അവന് അയ്യോ കഷ്ടം. അല്ലേരി. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഒരുവനേക്കാൾ ഇരുവരും നല്ലത്. ഭവനത്തിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളും അല്ലേരിയ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പനും ഭാര്യകൾ ഒന്നിച്ച്, രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. ചില വീട്ടിൽ ചെന്നെങ്കിൽ അല്ലെങ്കിൽ പറയും, അമ്മേ ഭർത്താവ് നീ പ്രാർത്ഥിച്ചു, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ മൊബൈലിൽ തോണ്ടിക്കോളാം. അങ്ങനെ പറയുന്ന ദൈവദാസന്മാർ പറയുന്നവരുണ്ട്. ഒരു വീട്ടിൽ ഒരു ദൈവദാസന്റെ ഭാര്യയോട് പറയാ, എന്റെ പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ ഇയാളെ വിളിച്ചാൽ വരത്തില്ല. ഇയാളെ പ്രാർത്ഥിക്കാൻ വിളിച്ച് ഇയാളോട് നീ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വേറൊരു മാതാവിനോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ മക്കളെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരത്തില്ല, അമ്മ പ്രാർത്ഥിച്ചു. ഞായറാഴ്ച സഭായോഗത്തിന് പോകുമ്പോൾ അമ്മ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടുന്ന് മൊബൈൽ തോട്ടിക്കോളാം, ഞങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങളിവിടെ സലപിച്ചോളാം. നീ നിന്റെ കുടുംബം തകരുകയല്ലാതെ ലേറിയ ഒരനുഗ്രഹം കിട്ടത്തില്ല കേട്ടോ. അല്ലേരിയ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവാത്മാവിലായിരിക്കണം. അല്ലേരിയ സ്തോത്രം. അപ്പം ഒരുവനേക്കാൾ ഇരുവർ നല്ലതെന്ന് പറയുന്നത്, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. അത് ഒരുവനേക്കാൾ ഇരുവർ നല്ല ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പ്രതിഫലം കിട്ടുമെന്ന്. നീ പ്രാർത്ഥിച്ച വിഷയം എന്താ? കടക്കണിയാണോ? പ്രതിഫലമുണ്ട്. മക്കൾക്ക് ജോലിയാണോ? പ്രതിഫലമുണ്ട്. മക്കളെ വിജയമാണോ? പ്രതിഫലമുണ്ട്. നിന്റെ നന്മയ്ക്കാണോ? പ്രതിഫലമുണ്ട്. രോഗസൗഖ്യം പ്രതിഫലമുണ്ട്. വീടാണോ? പ്രതിഫലമുണ്ട്. സ്ഥലമാണോ? പ്രതിഫലമുണ്ട്. കടക്കിന് മാറാൻ പ്രതിഫലം ഉണ്ടെന്ന്. ഒരുവരെക്കാൾ ഇരുവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട് നീ ആ പ്രാർത്ഥിച്ച പ്രയത്നത്തിന് പ്രതിഫലം ദൈവം തരുമെന്ന്. ഇതൊക്കെ വാക്തത്വ വചനങ്ങളാകട്ടോ. അല്ലേരിയ. എന്നിട്ടാണ് ദൈവം പറയുന്നത്, സ്തോത്രമല്ലേയ, വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരുവൻ വീണാൽ ഇരുവരുണ്ടെങ്കിൽ വീണ മറ്റവനെ കൈക്കുട്ടിച്ച് എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ, എന്നിട്ട് പറയണേ, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായിക്കൊണ്ട് അവൻ അയ്യോ കഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ വിശ്വാസിയുടെ മകൻ പനി പിടിച്ചു കിടക്കുക കട്ടിൽ. അപ്പൊ തള്ള പറഞ്ഞു, അമ്മ പറഞ്ഞു, മോനെ എഴുന്നേറ്റ് പാസ്റ്റർ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആ വീട്ടിൽ 1 മണിക്കൂർ സൂചിച്ചിട്ടൊക്കെ പറഞ്ഞു. ആ സൗകര്യം എടുക്കും. സൂചിച്ചിട്ടും പറയും, വീട്ടിൽ പറയത്തില്ല. സൂചിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഈ മകൻ എഴുന്നേറ്റ് വന്നില്ല കേട്ടോ. വിശ്വാസിയുടെ മകനാ. അവൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവനാ. അവൻ കഥ കടച്ച് മുറിക്കകത്ത് കിടന്നു. അപ്പൊ ഞാൻ ഓർത്ത്, ഇവരൊക്കെ എത്ര നിഗൂഢമായ നികഷ്ടമായ മനസ്സിനുടമയാണ്. ഒരു പാസ്റ്റർ വീട്ടിൽ ചെന്നവൻ രോഗക്കിടക്കിന്. അപ്പൊ രോഗസൗഖ്യന്റെ വാക്തത്വമാണ് ഒരുവരെക്കാൾ ഇരുവർ നല്ലത്. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പ്രയത്നത്തോടെ കിട്ടും. പക്ഷെ അവൻ എഴുന്നേറ്റ് വന്നില്ല. അവൻ അവിടെ കിടന്നു ദിവസങ്ങള്. ദൈവം നിന്നെ ന്യായം വിധിക്കും സഹോദര. ലേരിയ സഹോദരി, മോനെ, നിന്റെ ഈ ഊടായ്പ പണിയൊന്നും നിന്റെ കർത്താവിനിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിന്റെ ഊടായ്പ പണി, നിന്റെ താന്ത്രങ്ങളൊന്നും യേശുവിന്റെ അരികിൽ പറ്റത്തില്ല. നീ ദാനിയേലിനെയും തന്റെ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുകയും വിഷയം കേട്ടുകഴിഞ്ഞു തല പോകുന്നുള്ള വിഷയം കേട്ടുകഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിന് മുഴക്കാലം അടക്കിയെന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത്. അല്ലേരിയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. അല്ലേരിയ. ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും ഓടിക്കുന്നതും എങ്ങനെയെന്ന് ആവർത്തന പുസ്തകം 32:30 വായിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ കഴിയും സമയമില്ല. അല്ലേരിയ സ്തോത്രം. ആദ്യ അപ്പോസ്തലന്മാരുടെ ദിവസങ്ങളിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്ന അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയത്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയത്. അത് ഒരുവരെക്കാൾ ഇരുവരും നല്ലത്.
പ്രൈസലോ സ്വോത്രം. അല്ലെങ്കിൽ അതാ പറയുന്നത്, ഒരുവൻ 1000 പേര് പിന്തുടരുന്നു, 10,000 പേര്. ഒരുവൻ 1000 പേരെ പിന്തുടരാൻ പറ്റില്ല, അത് 20 എന്ത് 10,000 പേരെ പിന്തുടരുമെന്ന്. അവർക്ക് പരിശുദ്ധന്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഹല്ലേലൂയ സഹോദരൻ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധമായി പറയും, ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥനാ ബന്ധത്തെ ഏർപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കണം. പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കണം. ആമേൻ. വീട്ടിനകത്ത് അപ്പൻ സുഹൃത്താകട്ടെ, മക്കൾ സുഹൃത്താകട്ടെ, ഭാര്യ സുഹൃത്താകട്ടെ, മരുമോൾ സുഹൃത്താകട്ടെ, അമ്മായിയമ്മ സുഹൃത്താകട്ടെ, ഇതൊന്ന സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമരോ. ഒരു സംഗീതത്തിന് പറഞ്ഞ പോലെ കുടുംബം അങ്ങനെ വരണം. ദാനിയേലിനെ അല്ലേ പോലെ, അല്ലെങ്കിൽ സഹോദരൻ മീശായിലിനെ പോലെ, ആമേൻ, അസരിയാവിനെ കന്യാവിനെ പോലെ ഒന്നിച്ച് വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ദാനിയേൽ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസനെ പ്രാർത്ഥിച്ചുവെന്ന്, സ്തോത്രം ചെയ്തുവെന്ന് ആമേൻ ദാനിയേലിന്റെ പുസ്തകം 6:10 കാണുന്നത്. അവിടെ നിന്ന് എന്താണ്? ദാനിയേലിന്റെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകൊള്ളുവാൻ രാജകൽപ്പന ഉണ്ടായി. രാജകൽപ്പന ഉണ്ടായി കഴിയുമ്പോൾ ദാനിയേൽ അത് കണ്ട് ഭയപ്പെട്ടില്ല. ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനെ തുറന്നിട്ടിട്ട് താൻ മുമ്പ് ചെയ്തതുപോലെ ദിവസം 3 പ്രാവശ്യം ഹല്ലേലൂയ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻഫലമായി പിന്നത്തേതിൽ ദാനിയേലിനെ കൊണ്ട് സിംഹത്തിന്റെ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു. സിംഹക്കൂട്ടിൽ ദാനിയേൽ ചെന്നപ്പോൾ എന്താണ്? സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ദൂതന്റെ സാന്നിധ്യത്തോടെ വെളിപ്പെട്ടു. ഇറങ്ങി സിംഹത്തിന്റെ വായടച്ചൊന്ന്. അത് നിനക്കെതിരെ ശത്രുവിന്റെ വായടക്കി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പ്രവർത്തിക്കും കേട്ടോ. അത് ഇന്ന് കണ്ടുകളടച്ചാട്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവസ്നേഹ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ദാനിയേലിന്റെ സുഹൃത്തുക്കൾ പ്രാർത്ഥന സുഹൃത്തുക്കളോട് ചേർന്ന് പ്രാർത്ഥിപ്പം നിനക്ക് കഴിയുന്നു. ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. കണ്ടുകളച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ സമയം ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു പുത്തൻ അഭിഷേകത്തോടെ പ്രാർത്ഥന സുഹൃത്തുക്കളെ ചേർത്തുകൊണ്ട് 2 പേര് ഒരുമിച്ച് ഒരുവിനേക്കാൾ ഇരുവോട് നല്ലത് 2 3 പേർ എന്റെ നാമത്തിൽ കൂടിയിരുമ്പോൾ ദാനിയേൽ വിശാലും അസരിയാവും ആമേൻ കന്യാവും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ച് ആമേൻ ദാനിയേൽ രാജാവുകളുടെ സ്വപ്നം വെളിപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവമക്കളിൽ പ്രത്യേക അഭിഷേകം വരണമേ. മാനസികമായി നിരാശയുടെ തകർന്നിരിക്കുന്ന കടക്കണിയിൽ കടന്നു ഭവനമില്ലാതെ കടന്നുകൊണ്ട ബിസിനസ് തകർന്ന ജോലി നഷ്ടപ്പെട്ട് വിദേശത്തെ കഷ്ടം സഹിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് അധീനരായി ഹല്ലേലൂയ രാജ്യത്തിന് പ്രതിസന്ധി കാണുമ്പോൾ, രാഷ്ട്രങ്ങൾ പ്രതിസന്ധി കാണുമ്പോൾ, ആമേൻ രക്തച്ചൊരിച്ച് നടക്കുമ്പോൾ, അക്രമികൾ പെരുകുമ്പോൾ അത് കണ്ട് മൗനമായിരിക്കാതെ രാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ജനത്തെ ഒരുക്കണമേ. ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ ഓർക്കുന്ന ഇന്ത്യക്കായി, ഭാരതത്തിനായി, ആമേൻ ലോക രാജ്യങ്ങൾക്കായി, കേരളത്തിനായി പ്രാർത്ഥിക്കുന്നതിനായി 800 കോടിയിലും ജനത്തിന്റെ വിടുതലിനായി മാനസാന്തരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തലമുറകൾ മദ്യത്തിലും മയക്കും ലഹരിക്കും അടിപ്പെട്ട് ലോകത്തിന്റെ ഇനിയുമായ ജീവിതത്തിൽ അകപ്പെട്ട് പ്രാർത്ഥനയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം പടങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല അശുദ്ധി ജനം വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥന സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് ഐക്യരാത്മാവിൽ പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമേ. സകല ദൈവമക്കൾ ദൈവദാസന്മാരെ ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.